കഴിഞ്ഞ ബക്രീദിന് ഉത്തർപ്രദേശ് സർക്കാർ പുറപ്പെടുവിച്ച നിയമാവലികൾ നമ്മളെല്ലാവരും കണ്ടതാണ്. ഉത്തർപ്രദേശിന് പുറമെ ഗുജറാത്തിലും ജമ്മു ആൻഡ് കശ്മീരിലും ഈ നിയമാവലികൾ ഏറ്റെടുത്ത് വലിയ രീതിയിൽ ആഘോഷങ്ങൾ സന്തോഷപൂർണ്ണമാക്കിയിരുന്നു. സംഭവം എന്ന് പറഞ്ഞാൽ ബക്രീദിന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം ആരാധന നടത്തുക, പശുവിനെയും മറ്റും അറുക്കാതിരിക്കുക. അങ്ങനെ അറുത്തു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകും. പോരാത്തതിന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം മൃഗബലി നടത്തുക, ഡ്രെയിനേജുകളിലും റോഡുകളിലും മൃഗങ്ങളുടെ രക്തം ഒഴുക്കാതിരിക്കുക. പോരാത്തതിന് ഇതൊന്നും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക. അങ്ങനെയുള്ള നിയമങ്ങളൊക്കെയാണ് ബക്രീദിന് ഉത്തർപ്രദേശ് സർക്കാർ മുന്നിലേക്ക് വെച്ചത്. ഇത് ജമ്മു ആൻഡ് കശ്മീർ സർക്കാർ പോലും ഏറ്റെടുത്ത് ജമ്മു ആൻഡ് കശ്മീർ സർക്കാർ അതിലൊരു നിബന്ധന കൂടെ വെച്ചു. അതായത് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊല്ലപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടെ ചെയ്യണം ബക്രീദിൽ എന്ന് പറഞ്ഞൊരു നിബന്ധന കൂടെ വെച്ചിരിക്കുന്നു. ഇപ്പോഴിതാ മുഹറം സംബന്ധിച്ച് ചില നിബന്ധനകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ്. സംഭാലിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള അനൂജ് ചൗധരിയാണ് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മുഹറത്തിന് മുസ്ലിം കമ്മ്യൂണിറ്റികൾക്ക് നൽകിയിരിക്കുന്നത്. സമാധാനപൂർണ്ണമായിരിക്കണം മുഹറം ദിനത്തിലെ ആഘോഷങ്ങളെന്നാണ് അദ്ദേഹം പറയുന്നത്. 10 ഫീറ്റിൽ കൂടുതലുള്ള തജിയകൾ പാടില്ല എന്നുള്ളതാണ് ഇതിൽ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലോസ് എന്ന് പറയുന്നത്. രണ്ടാമത് മുഹറത്തിന് ഒരു പവർ ലൈനുകളും കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ദ ട്രീസ് ആൻഡ് ഇലക്ട്രിക് വയേഴ്സ് ദാറ്റ് ഫോൾ ഇൻ തജിയാസ് പാത്ത് വിൽ നോട്ട് ബി കട്ട് ഡൗൺ എന്നാണ് പറയുന്നത്. അതായത് ട്രീസും ഇലക്ട്രിക് വയറുകളിൽ വീഴുന്ന മറ്റ് മരച്ചില്ലകളൊന്നും തന്നെ കട്ട് ചെയ്യാൻ പാടില്ല. മുഹറം പീസ്ഫുള്ളി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നു. എവരി വൺ ഹാസ് ടു കോപ്പറേറ്റ് ടു മെയിൻറ്റെയിൻ ഡെക്കോറം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായി നിയമാവലികൾ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഇഫ് യു ഡിസ്റ്റർബ് പീസ് ഇൻ സംഭാൽ ദ സംഭാൽ പോലീസ് വിൽ ടേക്ക് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. അതായത് സംഭാൽ നമുക്കറിയാം, സംഭാലിൽ മോസ്കുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ രീതിയിലുള്ള കലാപങ്ങളും മറ്റും വലിയ വലിയ പ്രശ്നങ്ങൾക്കാണ് വഴിതെളിച്ചത്. അതുകൊണ്ട് തന്നെ സംഭാലിൽ എന്തെങ്കിലും ഇനിയൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളെ പ്രതികൂലമായി ബാധിക്കും. മുഖം നോക്കാതെയുള്ള നടപടിയായിരിക്കും ഉണ്ടാകുക എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.